കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇപ്പൊ വിശേഷങ്ങൾ എല്ലാ ദിവസവും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒറിജിനൽ വിശേഷം വരുന്ന ആ സമയത്താണ്. അപ്പൊ ആ സമയത്ത് എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ സുജാതയും ഗാഥയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണ് അരുന്ധതി. അങ്ങനെ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗതം ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഗാഥയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അരുന്ധതിയാണെങ്കിൽ കുറച്ചൊരു തീരുമാനത്തിലായിരുന്നു. ഇനി ഒരു നിമിഷം പോലും ഗാഥേനെ ഇവിടെ നിർത്തില്ല. ഗാഥേനെ മാത്രമല്ല സുജാതേനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം. അങ്ങനെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് വരുവാണ്. ഈ സമയം അനസൂയ അങ്ങോട്ട് വരുന്നത്. അനസൂയ കണ്ടു ഏട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിന്ന് കരഞ്ഞ് പറയണേ ഏട്ടത്തിനെ. ഇത് കണ്ടപ്പോൾ അനസൂയക്ക് സങ്കടം വന്നു. അനിയത്തിയല്ലേ. അവർ നേരെ മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ ഏട്ടത്തി എന്തിനാ സങ്കടപ്പെടണേ? എങ്ങനെ സങ്കടപ്പെടാതിരിക്കും അനു, നിനക്കറിയാലോ എന്റെ കാര്യങ്ങൾ അറിയാലോ. 10-24 വർഷം ഞാൻ മറന്നിരുന്ന കഥയാണ് വീണ്ടും അത് എന്നിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുക. അതും എന്റെ ദേവേട്ടൻ ഇല്ലാത്ത സമയത്ത്. നിനക്കറിയാലോ അതൊക്കെ എനിക്ക് അറിയാം ഏട്ടത്തി. പക്ഷെ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അവറ്റവളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം. ഏട്ടത്തി എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട. ഏട്ടത്തി പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനം എടുത്താൽ അത് ഈ കുടുംബത്തിനെ തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത്. അത് എന്ത് ദോഷം ചെയ്തെന്ന് നീ പറയണേ? ഒരു കാരണവശാലും എവിടുന്നോ വലിഞ്ഞു കയറുന്ന അമ്മയും മോളും അവള് എന്റെ ദേവേട്ടന്റെ മോളാന്ന് ഇനിയിപ്പോ ഉറപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ ഏട്ടത്തി പറയും. പക്ഷെ ഏട്ടത്തിക്കും എനിക്കും ഇപ്പൊ എല്ലാവർക്കും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ സത്യാവസ്ഥകളൊക്കെ അറിയാം. അന്ന് മഹേശന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്ക്. പാവം മഹേശ്വരൻ അവർക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം ത്യാഗം ചെയ്തേ. അത് ആർക്ക് വേണ്ടിയിട്ടാ? അരുന്ധ ഏട്ടത്തിക്കും ദേവേട്ടനും വേണ്ടി മാത്രമല്ലേ. അപ്പൊ അത്രയും വലിയ ത്യാഗം ചെയ്ത് കഴിയുമ്പോൾ മഹേശ്വരന്റെ പേരിൽ തന്നെ ആ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ട് പോലും കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് മഹേശൻ ആ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെച്ചേ. അപ്പൊ അത്ര ആത്മാർത്ഥ ആ കുട്ടിയോട് കാണിച്ചു കഴിയുമ്പോൾ ഏട്ടത്തി ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ഒന്നുമില്ലല്ലോ, ഏട്ടത്തിയുടെ ഭർത്താവിന്റെ മകളല്ലേന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയും വീണ്ടും വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. എന്റെ പ്രിയമോളെ തറവാട്ടി പിറന്ന, പക്ഷെ അതുപോലെയാണോ എങ്ങൊന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന അവളെ ഈ പ്രിയമോളെ അവളെ രണ്ടുപേരെ ഒരേ തട്ടിയിട്ട് നീ തൂക്കരുത് അനു. അതെനിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? പ്രിയമോളും ഗാഥയും ഒരച്ഛന്റെ മോള് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ അമ്മ വേറെയല്ലേ. ഞാൻ തറവാട്ടി പറഞ്ഞ അവൾ ആരാ? വെറും ഒരു വേലക്കാരി, ഒരാശ്രിതന്റെ മോള്. അതിനപ്പുറം എന്താ? ഇതാ പറയുന്ന ഏട്ടത്തേക്ക് ബുദ്ധിയില്ലാന്ന്. ഈ സമയത്ത് അവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷെ അവര് പുറത്തിറങ്ങി ആരുടെയും ഇത് പറയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ മഹാദേവൻ എന്നല്ല കേണൽ മഹാദേവന്റെ പേര് പോവും. അതിന് കളങ്കം വരും. അത് നന്നായിട്ട് ഏട്ടത്തേക്ക് അറിയാലോ. പെട്ടെന്നാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നാളെ ഒരു കേസിനും വഴക്കിനും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തേക്കാൻ ആൾക്കാർ കാണത്തുള്ളൂ. ഇനി ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കുക. എനിക്കതൊക്കെ അറിയാം. ഒരു കാര്യം ചെയ്യാം, അവൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കാനുള്ള കൊടുത്തു വിട്ടേക്കാം. അതോടുകൂടി ശല്യം തീരുമല്ലോ എന്ന് പറയാം. അനസൂയ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകുന്ന എനിക്ക് തോന്നില്ല. പക്ഷേങ്കിൽ ഇത്രയും കാലം വരാതിരുന്നല്ലേ. ഈ സമയത്ത് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വരില്ല. പിന്നെ നാളെ പോകുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവർക്ക് ഒരു സുരക്ഷിതത്വമാണ് ആദ്യം ഒരുക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് അവരെ എങ്ങനെ ഇറക്കി വിടാൻ പാടില്ലെന്ന് പറയാം. പക്ഷെ അരുന്ധതി ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ അനസൂയ പറഞ്ഞ് അരുന്ധതിയുടെ മനസ്സ് മാറ്റുവാണ്. മനസ്സ് മാറ്റുമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടുന്ന കാര്യത്തിലല്ല. കാരണം എന്തേലും കൊടുക്കണം. അവർക്ക് അർഹതപ്പെട്ട കുറച്ച് കാര്യങ്ങളെങ്കിലും കൊടുക്കണം. ഇന്ത്യവരത്തിന്റെ എങ്ങാനും പകുതി സ്വത്താണ് ഉറപ്പായിട്ടും കൊടുക്കത്തില്ല. അപ്പൊ കുറച്ച് പൈസ എന്തായാലും കൊടുക്കാന്നും പറഞ്ഞു. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ചെയ്തത്. കുറച്ച് പൈസ കൊടുത്ത് സുജാതനെ പറഞ്ഞു വിടുക ചെയ്തേ. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാന്നാ പറയുന്നത്. പക്ഷെ ഗൗതം ഒരടച്ച തീരുമാനം എടുത്തു. എന്തൊക്കെ വന്നു പറഞ്ഞാലും ഗാഥനെ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം തന്റെ വല്യച്ഛന്റെ മോളാണ്. ആരും ആശ്രയത്തിനില്ലാത്തൊരു അവസ്ഥ, വയ്യാത്തൊരമ്മയും. നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. മുറിയിലേക്ക് വന്നപ്പം നന്ദ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഗൗതം പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മാക്സിമം വല്യമ്മയോട് പറഞ്ഞു നോക്കി. പക്ഷെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഗൗതം സാർ. എന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അവരെ ഇവിടുന്ന് ഇറക്കി വിടുവാണെങ്കിൽ അവർക്ക് കയറി കിടക്കാണ്ടൊരു വീട് വേണം. എവിടെയെങ്കിലും ഒരു വീട് സംഘടിപ്പിക്കുക, എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ എന്താ ചെയ്യണേ എനിക്ക് അറിയത്തില്ല. എവിടെയെങ്കിലും ഒരു വീട്, ഒരു പക്ഷേങ്കിൽ ഏലപ്പാറയിൽ ആ വീട് കിടക്കുന്നുണ്ട്. അവിടെയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങോട്ടൊക്കെ വിടുന്ന റിസ്ക് അല്ലേ. ഇത്രയും ദൂരം ചെക്കപ്പിനിടയ്ക്ക് വരികയും ചെയ്യണം. ഒറ്റ ദിവസം കൊണ്ട് ഒരു വാടക വീട് സംഘടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. എവിടെയെങ്കിലും വാടകയ്ക്ക് വീട് തരുന്ന ആൾ മാറ്റിയേ പറ്റുള്ളൂ. ചെമ്പമേട്ടിലേക്ക് വിടാൻ പറ്റില്ല. അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബാലാജിയുടെ ആൾക്കാരുണ്ട്. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നു പറയാനും പറ്റില്ല. അത് അപകടമാണ്. ഈ സമയം ഗൗതം പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ? അവിടെ വെറുതെ കിടപ്പില്ലേ നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ്, അങ്ങോട്ട് വിട്ടാൽ എന്താ കുഴപ്പം? അതൊക്കെ ശരി തന്നെ. പക്ഷെ അവിടെ ബാലാജിയുടെ ആൾക്കാർ വരുവാണെന്ന് ആര് കണ്ടു? അവന്റെ ആൾക്കാർ ഒന്ന് ഉപദ്രവിച്ചാലോ? അതൊരു ടെൻഷനാണ് നന്ദയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
ഈ സമയം സുജാതനെ കെട്ടിപ്പിടിച്ച് ഗാഥ പൊട്ടിക്കരയെ മുറിയില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേ. നമ്മൾ എങ്ങോട്ടാ നാളെ പോണേ? ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടേ എങ്ങോട്ടാന്ന് എനിക്കും അറിയത്തില്ല മോളെ. നമ്മുടെ വീട് എവിടെ ഉണ്ടല്ലോ, അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. അപ്പൊ ബാലാജിയുടെ ആൾക്കാരോ എന്ത് ചെയ്യാനും ചെയ്യട്ടെ, അവിടെ കിടന്ന് മരിക്കാനാ വിധിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ മോൾക്ക് പേടിയുണ്ട് എന്നോടൊപ്പം മരിക്കാനെന്ന് ചോദിക്കുക. ഇല്ലമ്മേ, എനിക്കൊരു പേടിയില്ല. എനിക്ക് എൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ ഈ ലോകത്തില്. അമ്മയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഇത്രയും കാലം ഞാൻ അച്ഛനുണ്ടെന്ന് കരുതിയിരുന്ന, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ എൻ്റെ മഹേശ്വരൻ അച്ഛൻ തന്നെയാ. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം. കാലയുടെ മനസ്സ് സുജാത മനസ്സിലാക്കുമായിരുന്നു. കാരണം ഇത്രയും കാലം ജനിച്ചപ്പം മുതൽ മഹേഷിന്റെ കയ്യിലേക്ക് കിട്ടിയത്. അന്ന് മുതൽ സ്വന്തം മോളെന്ന് കരുതി വളർത്തിക്കൊണ്ട് വന്നതാ. അപ്പൊ അച്ഛാന്ന് വിളിച്ചു വളർന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അച്ഛനല്ലാന്ന് അറിഞ്ഞു കഴിയുമ്പോ ഒരു വല്ലാത്ത വിഷമം. അങ്ങനെ സുജാത പറഞ്ഞു, നാളെ നേരം വെളുക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഈ സമയം പിങ്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരു കാര്യമില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറൊന്നുണ്ടല്ലോ. പക്ഷെങ്കിൽ ഗൗതമിന് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ അവസരം അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു നല്ല കാലമാണ്. ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്തേലും പറയുമ്പോൾ തൻ്റെ നേരെ ആരെങ്കിലും വാളെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം മതിയല്ലോ അവരെ എതിർക്കാനായിട്ട്. പിന്നീട് ഗൗതം പിങ്കിയുടെ അടുത്തേക്ക് വരികയാണ്. പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിങ്കിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇപ്പം നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കുക. പിങ്കിയോട് ഞാൻ എന്ത് തെറ്റിയെന്നാ? അതാ പറഞ്ഞേ, നീ എന്താ വിചാരിച്ച ഈ ഇത് വെച്ച് എൻ്റെ അമ്മേനെ ഇല്ലാതാക്കാനാണ്, എൻ്റെ അമ്മേനെ തകർക്കാനായിട്ട് നീ ചെയ്തതല്ലേ. ഇതിൻ്റെ പേരിൽ നീ എന്നെ എത്ര വട്ടം ബ്ലാക്ക് മെയിൽ ചെയ്തു. അതിന് നിനക്ക് കിട്ടിയ തിരിച്ചടിയാ പിങ്കി. ഇനി ഒരിക്കൽ പോലും നിനക്ക് ഈ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നിന്റെ കഴുത്തിൽ താലി കെട്ടാന്നുള്ള നിന്റെ മോഹങ്ങളൊക്കെ അങ്ങനെ അസ്തമിച്ചു. അതോടൊപ്പം തന്നെ അർജുൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ വരും. അവനോടൊപ്പം ഒരു ജീവിതമായിരിക്കും ഇനി നിനക്ക് കിട്ടാൻ പോന്നെ. അതിനുവേണ്ടി നീ തയ്യാറായിക്കോളാൻ പറഞ്ഞിട്ട് പോവാണ്. കാരണം അരുൺ വരും. അരുൺ അർജുനൻ കൂട്ടിക്കൊണ്ടാ വരുന്നേ. അപ്പൊ അതിന്റെ ഇൻഫർമേഷനൊക്കെ ഗൗതമിന് കിട്ടിക്കഴിഞ്ഞു. അരുൺ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്, അർജുനൻ കൂട്ടിക്കൊണ്ടാ വരുന്നതെന്ന്. കാരണം അർജുന് വരാൻ താല്പര്യം ഇല്ലായിരുന്നെ പോലും അരുണ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ്. ഗൗതമിന്റെ നന്ദേടൻ കല്യാണം കഴിഞ്ഞു വരുമെന്നും അർജുൻ അറിഞ്ഞിട്ടില്ലായിരുന്നില്ല. അപ്പൊ ആ വിവരങ്ങളൊക്കെ അർജുനോട് പറഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ പിങ്കി ചേച്ചി തന്നെയാണ് ഗൗതമന്റെ കല്യാണം കഴിഞ്ഞ. അതൊക്കെ അറിഞ്ഞും പിന്നെ അർജുന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഗൗതമും അവളും കൂടെ പിങ്കിയും കൂടെ ഒരുമിക്കട്ടെ എന്ന് കരുതിയാണ് അർജുൻ ഈ പരിസരത്തേക്ക് പോലും വരാതിരുന്നത്. അപ്പൊ അത് അർജുൻ വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിങ്കിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. പിങ്കി തകർന്നടിഞ്ഞു പോയി. പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇത്രയും പെട്ടെന്ന് അർജുൻ തിരിച്ചു വരുമെന്നുള്ളത്. ഇങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ സുജാതയും ഗാഥയും റെഡിയായി. അവർ രണ്ടുപേരും അവർക്ക് എടുക്കാനുള്ള സഞ്ചിയൊക്കെ എടുത്ത് പാട്ട് ഇറങ്ങി വരിക. ഈ സമയത്ത് ഹാളിലേക്ക് എല്ലാവരും വന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പം അങ്ങോട്ട് അരുന്ധതിയും അനസൂയും എല്ലാവരും വന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പം ഗാഥ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങുക, ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല എന്ന് പറയണം. സുജാതയും പറഞ്ഞു ഇത് തന്നെ. അപ്പം നന്ദ പെട്ടെന്ന് വെച്ചാൽ എങ്ങോട്ട് പോകാനാ, എങ്ങോട്ട് പോകണം തീരുമാനിച്ചിട്ടില്ല. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ തക്കാലത്തേക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ കൊണ്ടേ ആക്കും. അല്ലാതെ വഴിയിൽ ഇറക്കി വിടാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയണേ. എൻ്റെ വല്യച്ഛൻ്റെ മോളും ഭാര്യയല്ലേ, എനിക്ക് അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ലെന്ന് പറയണം. പെട്ടെന്ന് അരുന്തിന് മുഖം അങ്ങോട്ട് മാറി. അരുന്തി ഗൗതം എന്ന് പറഞ്ഞ് ഗൗതമനായോട് ദേഷ്യപ്പെടുകയാണ്. വല്യമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവരെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ആകെപ്പാടെ തകർന്നടിഞ്ഞ് മഹേശ്വരൻ നിൽക്കുന്നുണ്ടായിരുന്നു. മഹേശ്വരൻ വന്ന് ഗാഥനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ മോള് തന്നെയാ, ഇപ്പോഴും അതെ, എന്നും അതെ, അത് നിനക്കറിയാം. നിന്നെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല. ആരൊക്കെ ഇനിയിപ്പോൾ എന്നെ ആരൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ അന്ന് മുതൽ ഞാൻ സ്വന്തം മോളെ പോലെ നിന്നെ കണ്ടിരുന്നേ. അത് അന്നും അതെ ഇന്നും അതെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒരു നിമിഷം എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ആ സെക്കൻഡിൽ ഞാൻ ജീവിച്ചിരപ്പെടാൻ നിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയുടെ നന്ദയുടെ എല്ലാവരും കണ്ടു പറഞ്ഞു. കാരണം അത്രമാത്രം മഹേശനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് ഗൗതമിൻ്റെ അടുത്തേക്ക് എന്ന് യാത്ര പറയണം. ഗൗതമിനെ കെട്ടിപ്പിടിക്കുക. കാരണം ഇതുപോലൊരു ഏട്ടനുണ്ടായ എത്രയോ നന്നായിരുന്നു പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അപ്പം മഹേഷിൻ്റെ മോളാണ് താനെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ഏട്ടൻ തന്നെ ചേർത്ത് പിടിക്കണം, തന്നെ അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ വല്യച്ഛൻ്റെ മോളാന്ന് അറിഞ്ഞപ്പോഴും ഗാഥയിൽ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൗതം ഗാഥനെ ചേർത്ത് പിടിക്കുകയാണ്. ഗാഥനെ ചേർത്ത് പിടിച്ചിട്ട് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങണം, അമ്മയ്ക്ക് താങ്ങും തടലുമാണെന്നൊക്കെ പറഞ്ഞ് ഗാഥനെ ഉപദേശിക്കുകയാണ്. പിന്നീട് ലക്ഷ്മിയമ്മയോടും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. പക്ഷേ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവരിനി പോകുന്ന ഒരു പക്ഷേങ്കിൽ ചെമ്പമ്മേടിലേക്കുള്ള എസ്റ്റേറ്റിലേക്കായിരിക്കും അവിടെ താമസിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഗൗതം ഒരു വാടക വീടോ എന്തെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വെറുതെ വഴിയിൽ ഇറക്കി വിടാൻ പറ്റില്ല. മഹേശനാണ് തള്ളിക്കളയാൻ പറ്റില്ല. അരുന്ധതി എന്തൊക്കെ കിടന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാലും. പക്ഷെ അവർ പോയി കഴിയുമ്പോൾ ഏറ്റവും വലിയ ട്വിസ്റ്റ്, ഇനിയിപ്പം
അർജുൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അർജുൻ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ പിങ്കിക്കേട്ട നല്ലൊരു 8ന്റെ പണി തന്നെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വരുന്നുള്ളൂ. അടുത്ത ദിവസം തന്നെ നമുക്ക് ആ വിശേഷങ്ങൾ കാണാൻ പറ്റും, പിങ്കിയുടെ പതനം. അപ്പോൾ അത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.